ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സിനിമാ പ്രതിസന്ധിക്ക് അയവ് വന്നു. പക്ഷേ സമയപരിധിക്കുള്ളിൽ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. 4 സിനിമകൾക്ക് കൂടിയാണ് ഇനി കേന്ദ്ര അനുമതി കിട്ടാനുള്ളത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള നാളെയാണ് അവസാനിക്കുക. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മേഘന, ഗുഡ് മോർണിംഗ്. സിനിമകളൊക്കെ കണ്ടോ? SKN ചില സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ലോക സിനിമകൾ നമ്മുടെ തിരുവനന്തപുരത്ത് പല തിയേറ്ററുകളിലായി പ്രദർശനം നടക്കുകയാണ്. അതിൽ ഇന്ന് മേളയുടെ 7ാം ദിവസമാണ്. നാളെയോടുകൂടി മേള അവസാനിക്കും. പക്ഷേ സമാനതകളില്ലാത്ത പ്രതിസന്ധികൾക്കാണ് ഇത്തവണ രാജ്യാന്തര ചലച്ചിത്രമേള സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. അതിൽ ഈ ഒരു പ്രതിസന്ധിക്ക് അയവ് വന്നെങ്കിലും അതെങ്ങനെ വീണ്ടും ഈ ക്യാൻസൽ ചെയ്യപ്പെട്ട സിനിമകൾ എങ്ങനെ വീണ്ടും പ്രദർശിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ചലച്ചിത്ര അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത്. കാരണം ഇനി മണിക്കൂറുകൾ മാത്രം, ഇനി 48 മണിക്കൂർ മാത്രം ബാക്കി. അവിടെ നേരത്തെ തന്നെ വിവിധ സ്ക്രീനിങ്ങുകൾ, 10-ലധികം സ്ക്രീനിങ്ങുകളാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടത്. അതെങ്ങനെയാണ് വീണ്ടും കാണിക്കാൻ കഴിയുക, എവിടെയാണ് ഷെഡ്യൂൾ ചെയ്യുക എന്ന കാര്യത്തിലാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. 19 സിനിമയ്ക്കാണ് കേന്ദ്ര അനുമതി വൈകിയത്. അതിനുശേഷം 15 സിനിമകൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. 4 സിനിമകൾ കൂടി ലഭിക്കാനുണ്ട്. അത് ഉടൻ തന്നെ ലഭിക്കുമെന്നുള്ള കാര്യം കൂടി ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ അത് വീണ്ടും അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ബാറ്റിൽ ഷിപ്പ് പോട്ടൻകിൻ അടക്കമുള്ള സിനിമകൾ, റഷ്യൻ വിപ്ലവം അടക്കം ഇതിവൃത്തമായിട്ടുള്ള സിനിമകൾ, അതാണ് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട. കാരണം 100ാം വാർഷികം ഈ തവണ ആഘോഷിക്കുന്ന സിനിമയാണ്. അത് ക്യാൻസൽ ചെയ്തത്, റദ്ദ് ചെയ്തതൊക്കെ വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ഈ സിനിമയൊക്കെ പ്രദർശിപ്പിക്കേണ്ട തീയതി കഴിഞ്ഞു, അത് ഷെഡ്യൂൾ ചെയ്ത തീയതി കഴിഞ്ഞു. അതൊക്കെ വലിയ തരത്തിൽ അതിനെ എങ്ങനെ വീണ്ടും കാണിക്കാൻ പറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് അക്കാദമി ചർച്ച ചെയ്യുന്നത്. ഇനി 4 സിനിമകൾ കൂടിയാണ് അനുമതി ലഭിക്കാനുമുള്ളത്. മറ്റ് ഈ അനുമതി ലഭിച്ച സിനിമകൾ ഇനി വരും ദിവസങ്ങളിൽ ഷെഡ്യൂൾ പ്രകാരം നടക്കുമെന്നുള്ള കാര്യം കൂടി അക്കാദമി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുറ്റിയുടെ സാന്നിധ്യം, അത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുള്ളൊരു മേളയാണ്. അത് നമ്മളുടെ 24 അടക്കം റസൂൽ പൂക്കുറ്റി അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്ന് റസൂൽ പൂക്കുറ്റി രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് അറിയുന്നത്. ഇന്നും നാളെയും മേളയിൽ സജീവമായി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ചലച്ചിത്ര അക്കാദമി അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മേഘന മുരളി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.